ആ കരയുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് യേശു വിളിച്ചു വന്നിങ്ങനെയാണ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരയുവീൻ. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട, പിന്നെ ആർക്ക് വേണ്ടി കരയണം? നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയെ ചൊല്ലി കരയുവീൻ. നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് നമ്മുടെ ദേശത്തോട് ശക്തമായി ഞാൻ വിളിച്ചു പറയുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ? പത്രം കൊടുത്ത് വായിക്കണം, സോഷ്യൽ മീഡിയ ഒന്ന് കേൾക്കണം. എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്? 4ാം ക്ലാസ് മുതൽ നിസ്സാര അച്ഛനൊരു വഴക്ക് പറഞ്ഞ, അമ്മയും വഴക്ക് പറഞ്ഞാൽ, നിസ്സാര വിഷയം പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ്. അനേകർ മദ്യപാനത്തിന് അടിമയാകുകയാണ്, അനേക കുഞ്ഞുങ്ങൾ കഞ്ചാവിന് അടിമയാകുകയാണ്. നമ്മൾ ഇന്നലെ സോഷ്യൽ മീഡിയ കണ്ടു, അധ്യാപകനെ കയ്യേറ്റം ചെയ്തൊരു വിദ്യാർത്ഥി. അങ്ങനെ നോക്കി നമ്മുടെ തലമുറ വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പകൽ ഈ ദേശത്തിൽ നിന്ന് ചങ്കുറപ്പോടെ കാര്യം വിളിച്ചു പറയാ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ. ഇന്ത്യക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് ഈ ദേശത്തിൽ നമ്മൾ വിളിച്ചു പറയാ, ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞേ മതിയാകൂ. ഇന്ന് പകല് ഇങ്ങനെ നടക്കുന്ന ഓരോ സുവിശേഷ മീറ്റിംഗും ഞങ്ങൾ പറയും, നമ്മുടെ തലമുറ നാശത്തിലേക്കല്ല, നമ്മുടെ തലമുറയെ രക്ഷിപ്പാൻ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാകൂ. ദേശമേ മറന്നു പോകരുത്. അതാ യേശു അന്ന് പറയുവാൻ വന്ന സാഹചര്യം.